അതായിരിക്കും ഫലാഫൽ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫലാഫലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: soaked chickpeas, parsley and coriander leaves, onion and garlic, paprika powder, cumin powder, pepper powder, baking soda, salt. ഫസ്റ്റ് നമ്മൾ ഈ ഫലാഫലിന് വേണ്ടിയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഫസ്റ്റ് പാഴ്സ്ലിയും കൊറിയാൻഡറും ഇതൊരു അരപ്പിടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ ഇച്ചിരി കൂടെ കൂടുമ്പോഴാണ് ഇതിൻ്റെ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. രണ്ട് നല്ല സൈഡ് വെച്ച് പിന്നെ ഈ പാഴ്സ്ലിയും കൊറിയാൻഡറും കണ്ട് ഏകദേശം എല്ലാം സെയിം, നല്ല കറക്റ്റ് സെയിം ആയിട്ട് അറിയുന്നത്. പിന്നെ സ്മെല്ലും കൊറിയാൻഡറിന് വേറൊരു സ്മെല്ലും പാഴ്സ്ലിക്ക് ഒരു നല്ല പ്രത്യേകതയായിട്ട് ഒരു സ്മെല്ലല്ലേ. ഈ പാഴ്സ്ലി മലയാളത്തിൽ പറയുമ്പോൾ അയ്മോദകത്തിൻ്റെ ലീഫാണ് കേട്ടോ പാഴ്സ്ലി. ഇത് വീട്ടിലൊക്കെ ഇത് ഈസി ആയിട്ട് കിട്ടും. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കൊറിയാൻഡർ പിന്നെ എല്ലായിടത്തും കിട്ടുമല്ലോ. ഇത് പിന്നെ ഹെൽത്തിയുമാണ്. ഞാൻ ഈ ചോപ്പർ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ വലിയൊരു ചോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ലീഫും ഒനിയനും ഒക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ച് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഒരു സ്മോൾ ഒനിയൻ അത് 4 ആയിട്ടൊന്ന് ഒന്ന് ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടത്തില്ല. പിന്നെ ഒരു 4 ഗാർലിക്കൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ ക്യുമിൻ പൗഡർ, ജീരകത്തിൻ്റെ പൊടി, പിന്നെ പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ. ഇത് ഈസിയാണ്, പെട്ടെന്ന് തീരും. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ പാപ്രിക്ക പൗഡർ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇച്ചിരി കൂടി ടേസ്റ്റ് ഒക്കെ കിട്ടാൻ. എല്ലാത്തിനും ഓപ്ഷനല്ല, നമ്മുടെ ഫിലാഫലിന് ഇച്ചിരി കൂടി ടേസ്റ്റി ആക്കണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഞാൻ ഇടുന്നുള്ളൂ. അല്ല, അതിടണം. പിന്നെ ഇത് കടയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി ഏറെ ബേക്കിംഗ് സോഡയൊക്കെ ഇടും. അത് അവർ ഏറെ സോഡ ഇടുന്നോണ്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഇച്ചിരി കുറയ്ക്കാൻ നോക്കുക. 1/4 ടീസ്പൂൺ മതി. ഒരു കപ്പ് ചിക്ക് പീസിന് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മതി. പിന്നെ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിന് അളവ് അല്ലെങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഫുൾ അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കല്ലേ, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ആയിരിക്കാവേ. ഞാൻ പറയും ചേച്ചി, ഇങ്ങനെ എന്തെങ്കിലും പൊടിക്കണമെങ്കിൽ മിക്സിക്കകത്ത് എന്താണ് പൊടിച്ച എന്താന്ന് പറയും. മിക്സിക്കകത്ത് ഓക്കെ, അങ്ങനെ ഇത് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് നോക്കട്ടെ. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആയിട്ട് മതി. ഇത് ഫുൾ അങ്ങ് പേസ്റ്റ് ഒക്കെ ആയിരിക്കല്ലേ. ഇനി നമ്മുടെ ചിക്ക് പീസിനകത്തോട്ട് അതിന് സ്കിന്നെ ഇരിക്കട്ടെ, ഒന്നല്ലേ ഈ ഗ്രൈൻഡ് ചെയ്ത് ഇടാം. ഇത് ഫുള്ളിടാം. ഇത് ചിക്ക് പീസിന് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിലത്തെ എല്ലാം കൂടി ഒന്ന് നിങ്ങൾ നേരത്തെ എടുത്ത് ചോപ്പർ ഞാനിത് പകുതിയായിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെറുതല്ലേ, നേരത്തെ പറഞ്ഞില്ലേ. ഇനി ഇച്ചിരി ആയിട്ടിടുന്നത്. ഫുള്ളായിട്ട് ഇട്ട് എല്ലാം കൂടി കിട്ടത്തില്ല, അടിയിലത്തെ എല്ലാം ഒന്ന് പേസ്റ്റ് ആയി പോകും, മണ്ണയ്ക്ക് ഇങ്ങനെ കഷ്ണമായി. ഇത്രയും മതി. നമുക്ക് ഇതൊന്നൂടെ
ഇപ്പൊ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബാച്ച് ഓക്കെ. എനിക്ക് കാണാനും പറ്റുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഹൈറ്റ് വെക്കത്തില്ല. ഓക്കെ, ഈ മിക്സർ നമുക്ക് വേറൊരു പ്ലേറ്റിനകത്ത് ഞാൻ മാറ്റുവാണേ. എന്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണണേ. നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിനും കുഴപ്പമില്ല, പക്ഷെ നമ്മള് സെപ്പറേറ്റ് ആയിട്ടല്ലേ അരച്ചതിന് ചെയ്യാം. ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഉള്ളു. ഞാനെന്ത് പറയുന്നേ, ഇത് ഞാൻ പെട്ടെന്ന് തീരാനാ, എനിക്കത് കഴിക്കട്ടെ. ഇങ്ങോട്ട് ഐഡിയ. നമുക്കിത് നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ, ഉപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോണം. ഈ ചില കടകളിലൊക്കെ ഷേപ്പ് ഇങ്ങനെ റൗണ്ട് വലിയ ആമണ്ടൻ ഓരോ ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. ചിലത് റൗണ്ട് ഉണ്ട്, ചിലത് ഇച്ചിരി റൗണ്ട്, ഇച്ചിരി കട്ട്ലേറ്റിന്റെ ഷേപ്പ് പോലും. ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും മുടിക്കുന്നു. ഒരു ഷേപ്പ് ഓക്കെയാ. ഒരു കമന്റ് ഇട്ടേക്കുവാണ് കാന്താലിന്ന്. എനിക്ക് ഡ്രസ്സെല്ലാം നോക്കല്ലേ, ഇതെന്തോ ചെറുതാ, ഇച്ചിരി വലുതാക്ക. ഞാൻ കുഞ്ഞുണ്ട്. അയ്യോ, തെറ്റുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. തെറ്റില്ലെന്ന് നമ്മൾ പഠിക്കും. ടൈറ്റ് ആണോ?